ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. What is probability distribution? The probability distribution of a discrete variable x is a list of possible values of x together with their probabilities. അപ്പോൾ ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസ്റ്റ് ഓഫ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ടുഗദർ വിത്ത് ദെയർ പ്രോബബിലിറ്റീസ്. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്, അതിൻ്റെ കൂടെ എന്തും കൂടെ വേണം? അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ വേണം. അതായത് എക്സിന് ഇപ്പോൾ ഞാനൊരു 0 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ എഴുതുന്നതിന് അതിൻ്റെ കൂടെ തന്നെ, അതായത് എക്സിന് 0, 1, 2 എടുത്തിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ നമ്മൾ എഴുതാണ്. എക്സിന് 0 ആകുമ്പോൾ ഉള്ള പ്രോബബിലിറ്റി എത്രയാണ്, എക്സിന് 1 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എത്രയാണ്, എക്സിന് 2 ആകുമ്പോഴുള്ള പ്രോബബിലിറ്റി എത്രയാണ്, അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ഓർ ജി ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് സെഡ് ടു ബി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. നമ്മൾ ഒന്നെങ്കിൽ എഫ് ഓഫ് എക്സോട് ഡിനോട്ട് ചെയ്യാം, ഓർ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ഈ സ്മോൾ ലെറ്റർ എക്സ് ആണ് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസ് ഓർ വാല്യൂസ്, അതായത് 0, 1, 2 എന്ന് പറഞ്ഞിട്ട് ഈ സ്മോൾ ലെറ്റർ എക്സ് നമുക്കിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കാം. സപ്പോസ് പി ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് ഇസ് ഈക്വൽ ടു 2, അങ്ങനെയൊക്കെ നമുക്ക് മാറിക്കൊണ്ടിരിക്കാം. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് പ്രോബബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രോബബിലിറ്റി ഒരിക്കലും 0ക്ക് താഴെ പോവില്ല, പോയിന്റ് വാല്യൂസ് വരില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂസും വരില്ല. ഓക്കെ, പോയിന്റ് വാല്യൂസ് മീൻസ് നെഗറ്റീവ് വാല്യൂസ് വരില്ല, 0ക്ക് മേലേക്ക് ആയിരിക്കും. 0 വരും, 0.1, 0.2, 0.3, അങ്ങനെ എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് 1. അതായത് പ്രോബബിലിറ്റികളുടെ ഒക്കെ സമ്മ് 1 ആയിരിക്കും. അതായത് പ്രോബബിലിറ്റി ഒരിക്കലും 1ന് മേലേക്ക് പോവില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, താഴെ തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നും കൂടെ പറയും. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഒക്കെ പറയുന്നത് സെയിം ആണ്. സോ നമുക്ക് ഒരു എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, അത് പി എം എഫ്, അതായത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ നമ്മൾ പി എം എഫ് ഓർ പി ഡി എഫ്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ പി ഡി എഫ് എന്നൊക്കെ നമ്മൾ ഷോർട്ടാക്കി എഴുതും. ഓക്കെ, സോ ഒരു ഫംഗ്ഷൻ തന്നു, അത് പി എം എഫ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 2/2 ഫോർ എക്സ് ഇസ് ഈക്വൽ 1, 2, 3, 4. എക്സിന് കൊടുത്തേക്കുന്ന വാല്യൂസ് 1, 2, 3, 4 ആണ്. സോ ഈ ഫംഗ്ഷൻ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. സോ എന്ത് ചെയ്യാം? ഒന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിന് തന്നിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 1, 2, 3, 4. ആ വാല്യൂസ് ഈ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്തു നോക്കാം. അപ്പോൾ എഫ് ഓഫ് 1 എന്താ വരിക? എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2/2 അല്ലേ? സോ 1 മൈനസ് 2 മീൻസ് -1/2. നമ്മൾ നേരത്തെ തൊട്ട് മേലെ ആ ബോക്സിൽ ആക്കി വെച്ചേക്കുന്നത് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നെഗറ്റീവ് വാല്യൂ വരില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താ വന്നേക്കുന്നത്? എഫ് ഓഫ് 1 ഫസ്റ്റ് വാല്യൂ തന്നെ മൈനസ് വന്നു, നെഗറ്റീവ് 1/2 വിച്ച് ഇസ് ഓൾവേസ് ലെസ് ദാൻ 0, 0നെക്കാളും ചെറുതാണല്ലോ. സോ ദിസ് ഇസ് നോട്ട് എ പി എം എഫ് ഓർ പി ഡി എഫ്. ഫസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു, സോ ദിസ് ഇസ് നോട്ട് പി എം എഫ്. Second question, look at the second question. H of x is equal to x square by 25 for x is equal to 0, 1, 2, 3, 4. So I'm putting x is equal to 1 in first equation, that is h of 0 is equal to 0 square by 25. 0 square means 0. 0 by 25 is 0. So that is correct അല്ലേ? 0 വന്നു, 0 ആവാം അല്ലെങ്കിൽ 0ന് മേലേക്ക് ആവാം എന്നാണ് പറഞ്ഞത്, അപ്പോൾ കുഴപ്പമില്ല. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 കൊടുത്തു, സോ എച്ച് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ ബൈ 25, ദാറ്റ് ഇസ് 1/25. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2, എച്ച് ഓഫ് 2 ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ 4/25. Next x is equal to 3, that is 9/25. X is equal to 9 is 9. X is equal to 3 is 9/25. ഇനി അപ്പോൾ നമുക്കൊക്കെ പോസിറ്റീവ് വാല്യൂസ് കിട്ടി.
അല്ലേ? നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ കറക്റ്റാണ്. എഫ് ഓഫ് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എല്ലാ വാല്യൂസും 4 വരെയുള്ള വാല്യൂസ് കൊടുത്തപ്പോൾ പോസിറ്റീവ് വാല്യൂസ് കിട്ടി, നെഗറ്റീവ് വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. നെക്സ്റ്റ് നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടല്ലോ, ആ ബോക്സിൽ നോക്കിയേ, സം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എഫ് ഓഫ് എക്സുകളുടെ ഒക്കെ സമ്മ് 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കി നോക്കിയേ, എഫ് ഓഫ് എക്സുകളുടെ ഒക്കെ സമ്മ് 1 വരുന്നുണ്ടോയെന്നും. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ എഫ് ഓഫ് എക്സുകൾ ഏതൊക്കെയാണ്? 0, 1/25, 4/25, 9/25, 16/25. ഈ എഫ് ഓഫ് എക്സുകളെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയപ്പം എന്താ കിട്ടുന്നത്? 1/25, 4/25, 9/25 and 16/25 എല്ലാം കൂടെ ആഡ് ചെയ്തപ്പം എന്താ വരിക നോക്കിയേ? 1 + 4 5, 5 + 9 14, then 14 + 16 എന്ത് വരും? 30 വരും. സോ 30/25 എന്ന് വരും. അപ്പോൾ നമുക്ക് 1 കിട്ടുന്നുണ്ടോ? 30/25 ഒന്ന് റെഡ്യൂസ് ചെയ്ത് നോക്കിയാൽ 6/5 എന്ന് വരും. സോ ദിസ് ഇസ് നോട്ട് 1, നോട്ട് ഈക്വൽ ടു 1, ഹെൻസ് ഇറ്റ് ഇസ് നോട്ട് PMF. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ എല്ലാം പോസിറ്റീവ് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ ഇത് PMF ആണെന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ പറ്റില്ല. എന്തുകൂടെ നോക്കണം? സം ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കിട്ടുന്നുണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ PMF ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺസിഡർ റാൻഡം എക്സ്പെരിമെൻറ്റ് ഓഫ് throwing a dice at the random variable x denote the number of dice when thrown. Find PMF. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഒരു ഡൈസ് ത്രോ ചെയ്യാണ്. അങ്ങനെയാണ് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡൈസ് ത്രോൺ ആണ്. വെൻ ത്രോ, എത്ര നമ്പർ ത്രോ ചെയ്തു എന്നുള്ളതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ PMF കണ്ടുപിടിക്കണം അല്ലേ? PMF എന്ന് പറഞ്ഞാൽ എന്താ? എക്സിൻ്റെ വാല്യൂസും അതിൻ്റെ പ്രോബബിലിറ്റിയും കൂടെ നമ്മളൊരു കോളം ആക്കി എഴുതുന്നതിനാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയും. നമ്മൾ എന്താ അവിടെ ചെയ്യുന്നത്? ഡൈസ് ആണല്ലോ ത്രോ ചെയ്യുന്നത്. സോ അവിടെ വരുന്ന ഔട്ട്കംസ് ഏതൊക്കെയായിരിക്കും? പോസിബിൾ ഔട്ട്കംസ് ആർ 1, 2, 3, 4, 5, 6 അല്ലേ? 1 to 6 ആണ് പോസിബിൾ ഔട്ട്കം. സോ അവർ സാമ്പിൾ സ്പേസ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4, 5, 6. ഓക്കെ, സോ നമ്മുടെ എക്സ് വാല്യൂസും എന്ത് തന്നെയായിരിക്കും? എക്സ് വാല്യൂസ് ഔട്ട്കംസ് തന്നെയല്ലേ? സോ എക്സ് വാല്യൂസ് ഇസ് ഓൾവേസ് 1, 2, 3, 4, 5, 6. ഇനി നമുക്കതിൻ്റെ അപ്പോൾ എക്സ് വാല്യൂസ് കിട്ടി. ഇനി നമുക്കതിൻ്റെ പ്രോബബിലിറ്റി കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എഴുതാം. കോളം നോക്കിക്കേ. ഞാനിപ്പോൾ ഒരു 1 എന്ന് പറയുന്നത് ഞാനൊരു ഡൈ ത്രോ ചെയ്തു. 1 വീഴാനുള്ള ചാൻസ് എത്രയാണ്? നമ്മൾ പ്രോബബിലിറ്റി എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. ഇവിടെ നമ്മൾ ടോട്ടൽ എത്ര എണ്ണുണ്ട്? 6 അല്ലേ? സോ നമുക്ക് ഇവിടെ വന്നേക്കുന്ന 1 വീഴാനുള്ള ചാൻസ് എത്രയാണ്? 1/6, റൈറ്റ്? ഈ 2 വീഴാനുള്ള ചാൻസോ? 2 ഒറ്റ തവണ ഞാനൊരു തവണ ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ 2 വീണു. 2 വീഴാനുള്ള ചാൻസ് എത്രയാണ്? 2 വീഴാനുള്ള ചാൻസ് 1/6 തന്നെ ആയിരിക്കുമല്ലോ. ഫേവറബിൾ നമ്പർ ഓഫ് ഔട്ട്കംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ആണ് പ്രോബബിലിറ്റി. സോ എല്ലാം വീഴാനുള്ള, ഇവിടെ 6 വരെ വീഴാനുള്ള ചാൻസ് 1/6 ആണ്. സോ എഫ് ഓഫ് എക്സുകളൊക്കെ 1/6 ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ടേബിളാക്കി എഴുതുന്നതിനാണ് എന്ത് പറയുക? പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ.